ഇന്ന് ആദില അക്ബറിൻ്റെ അടുത്ത് എല്ലാം തുറന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അക്ബറിനെ പാവം അടിച്ചു മാറ്റിയത് ഞാനാണ്. എനിക്ക് പെട്ടെന്ന് ആ ഒരു ദേഷ്യം വന്നപ്പോൾ ഞാൻ അവിടെ ആ ടാസ്കിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് അക്ബർ എന്നെ തള്ളിയ സമയത്ത് ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ ആ പാവം അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ അക്ബർ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. പറയുന്നത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ഈ ഒരു ടാസ്കിൽ അത്രയും ജയിക്കേണ്ടത് ഒരു കാര്യമായിരുന്നു, എന്നിട്ട് എല്ലാം അടിച്ചു മാറ്റിയത് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, അപ്പം ഞാൻ രണ്ടെണ്ണത്തിന് ഞാൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നു, അതപ്പോൾ അക്ബറിൻ്റെ അല്ല, അപ്പോൾ വേറെ ആരുടെയാണോ, ആരുടെ കബേർഡ് ഞാൻ തുറന്നിട്ട് രണ്ടെണ്ണം എടുത്തതാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയതൊന്നും ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, വേറെ ആർക്കും അറിയില്ല, ഞാൻ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ആ പാവം മുഴുവൻ എടുത്തത് ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. വേറെ ആർക്കും ഞാൻ അത് കൊടുത്തിട്ടില്ല, അനുമോളിനെയും അതുപോലെ ന്യൂറേനെയാണല്ലോ സംശയം ഉണ്ടായിരുന്നത്, അവർക്കൊന്നും ഞാൻ അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് അക്ബർ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നതാണ് അതിലേറ്റ അടുത്ത്. വെച്ചാൽ എന്നെ എല്ലാവരും ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ്, ഞാൻ അവിടെ വന്നിരുന്നാൽ തന്നെ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അടുത്ത് സംസാരിക്കാൻ എല്ലാവർക്കും മടി, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം ആ ചോദിക്കുന്ന ആൻസർ മാത്രമേ സംസാരിക്കുള്ളൂ, പിന്നെ നിങ്ങൾ ആ മാരത്തൺ ടാസ്കിൽ ഷാനവാസും നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചു എനിക്ക് സ്ക്രീൻ സ്പേസ് തരണ്ടെന്നൊക്കെ, അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളുടെ അടുത്ത് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് നമ്മൾ ലൈവിൽ കാണുന്നത് അക്ബർ ഭയങ്കരമായിട്ട് കരയുന്നതൊക്കെയാണ് നമ്മൾ ലൈവിൽ കാണുന്നത്. ലാസ്റ്റ് അതിൽ സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ കാണുന്ന പോലെയൊന്നുമല്ല, എനിക്കും കുറച്ച് വിഷമങ്ങൾ വരുന്ന കാര്യങ്ങളുണ്ട്, ഞാൻ ഭയങ്കര വിഷമിക്കുന്ന ഒരു ടൈപ്പ് തന്നെ ആൾ തന്നെയാണ്, അല്ലാതെ ഞാൻ ഈ കാണുന്ന പോലെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിൽ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ അനുമോൾ പോയപ്പോൾ ഇവർ തമ്മിൽ വീണ്ടും കണക്ഷൻ വന്നിട്ടുണ്ട്. അനുമോൾ എല്ലാ രീതിയിലും അതിലെ ന്യൂറിനെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് അത്ര വാല്യൂ ഇല്ല, കാരണം കൂടെ നിന്ന് ചതിക്കുന്നവരാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ അതിലെ ന്യൂറി നേരെ പോയിട്ട് ഇപ്പോൾ അക്ബറായിട്ട് കമ്പനി ആവാൻ നോക്കുന്നുണ്ട്. മുൻപ് ഇവരെ നിന്ന് ഷാനവാസിന് ഒരു പണി കിട്ടിയപ്പോൾ ഷാനവാസ് നൈസായിട്ട് അവിടെ നിന്ന് ഇപ്പം എല്ലാം ഓപ്പണായിട്ട് പറയുന്നൊന്നുമില്ല. പിന്നീട് അനുമോളായിരുന്നു, പിന്നെ അനുമോളിനെയും അവർ കൂടെ നിന്ന് കുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ അക്ബറിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആരെങ്കിലും ഒന്ന് വേണം ഒന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.